അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഫലസ്തീനിലെ മക്കൾ പിടഞ്ഞു വീഴുന്നത് കണ്ടിട്ട് അതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ ആ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ സത്യത്തിൽ ഹൃദയം പൊട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. അതിനി ഫലസ്തീൻ ജനതയാകട്ടെ, അതേ ആളുകൾ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ മരണപ്പെട്ടാലും അതേപോലെ കമൻ്റ് ഇടുന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയി. കാരണം ആ ഒരൊറ്റ വീഡിയോ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരികയും ചെയ്തു. അതിന് ഞാനൊരു കാരണമായല്ലോ എന്നുള്ള മനസ്സിലൊരു സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ എല്ലാവരുടെയും ദുആ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വേദന നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് വേദനകൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ തലമുറയിലുള്ള ആളുകൾക്ക് വേദന എന്താണെന്ന് അറിയില്ല. മുൻ തലമുറയിൽ ജീവിച്ചിരുന്ന ആളുകൾക്കും അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരാളെയും താഴ്ത്തിക്കെട്ടരുത്, ഒരാൾക്കും എതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത്. ആരും ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവരുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നവരായി തീരരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും കുറിച്ചു വെക്കുക. കാരണം നിങ്ങളെന്നും സുഖത്തിലും സന്തോഷത്തിലും സുഖലോലുപനായി ജീവിക്കുമെന്നൊരിക്കലും ഉറപ്പ് പറയാനോ ഉറപ്പിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചിരിച്ചവരെ നോക്കി നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കി ചിരിക്കുന്നവരുണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ വേദന എന്തായിരുന്നു എന്ന്. നിങ്ങളുടെ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം അവർ നമ്മുടെ കുടുംബത്തെ പോലെയാണ്. നമ്മളിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയാണ് അവർക്ക് അവരുടെ കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ.